ഹലോ, എല്ലാവർക്കും മോണോലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SAP ബിസിനസ് വണ്ണിനെ പറ്റിയാണല്ലേ പഠിക്കുന്നത്. SAP ബിസിനസ് വണ്ണിലെ ഓരോ ഡോക്യുമെൻ്റ് എങ്ങനെയൊക്കെ എൻട്രി പോസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പർച്ചേസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു മൊഡ്യൂളായിരുന്നു. അപ്പോൾ പർച്ചേസ് ട്രാൻസാക്ഷനിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഗുഡ്സ് റെസിപ്റ്റ് PO എന്നൊരു ഡോക്യുമെൻ്റ് അല്ലേ. ഗുഡ്സ് റെസിപ്റ്റ് PO കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പർച്ചേസിങ്ങിൽ AP ഇൻവോയ്സ് എന്ന ഡോക്യുമെൻ്റ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഗുഡ്സ് റെസിപ്റ്റ് PO ആയിരുന്നു. ഗുഡ്സ് റെസിപ്റ്റ് PO എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായതാണ്. എന്തിനായിരുന്നു അത്? കമ്പനിയിലേക്ക് സ്റ്റോക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെണ്ടർ കയ്യിൽ നിന്നുള്ള പർച്ചേസ് റിസീവ് ചെയ്യാൻ വേണ്ടി, സ്റ്റോക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു ഗുഡ്സ് റെസിപ്റ്റ് PO അല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AP ഇൻവോയ്സ് എന്നാണ്. വാട്ട് ഈസ് ആൻ AP ഇൻവോയ്സ്? ഓക്കെ, AP ഇൻവോയ്സ്, APയുടെ ഫുൾ ഫോം അക്കൗണ്ട്സ് പേബിൾ എന്നാണ് കേട്ടോ. അക്കൗണ്ട്സ് പേബിൾ എന്നാണ് APയുടെ ഫുൾ ഫോം. AP ഇൻവോയ്സ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ആൻഡ് മാനേജ് ദ കമ്പനീസ് ലയബിലിറ്റി ടു ഇറ്റ്സ് വെൻഡർ ഓർ സപ്ലയർ. സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഗുഡ്സ് റെസിപ്റ്റ് PO ആയിരുന്നു. ഗുഡ്സ് റെസിപ്റ്റ് POയിൽ നമ്മൾ സ്റ്റോക്ക് റിസീവ് ചെയ്തു. അവിടെ നമുക്ക് സ്റ്റോക്കാണ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. മറിച്ച് നമുക്ക് ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത്, അത് നമ്മളെ സപ്ലയർ ഓർ വെണ്ടർ, ഇവരുടെ ഒരു ലൈബിലിറ്റി നമുക്ക് നമ്മുടെ കമ്പനിയിലേക്ക് വന്നിട്ടില്ല. അതായത് നമ്മളൊരു 1000 രൂപയ്ക്ക് ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സ്റ്റോക്ക് മേടിച്ചത്. പക്ഷേ ആ 1000 രൂപ ആ വെണ്ടറിന് നമ്മൾ കൊടുക്കാനുള്ള രീതിയിൽ നമുക്ക് സിസ്റ്റത്തിലേക്ക് റെക്കോർഡായിട്ടില്ല. അതായത് അവരെ പർച്ചേസ് ബില്ല് നമുക്ക് സിസ്റ്റത്തിലേക്ക് റെക്കോർഡായിട്ടില്ല. അപ്പോൾ വെണ്ടർ പർച്ചേസ് ബില്ല് നമുക്ക് സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഈ AP ഇൻവോയ്സ് എന്നുള്ളത്. അപ്പോൾ ഈ AP ഇൻവോയ്സ് ഡോക്യുമെൻ്റ് നമ്മൾ SAP ബിസിനസ് വണ്ണിനകത്ത് എൻട്രി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പാർട്ടി നമ്മളെ വെണ്ടറിന് എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ട് കൊടുക്കാനുള്ള രീതിയിലേക്കൊരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത് SAP ബിസിനസ് വണ്ണിനകത്ത്. ഓക്കെ, ഈ AP ഇൻവോയ്സ് കൂടുതലും യൂസ് ചെയ്യുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈസൻസിലാണ് അത് എൻട്രി ചെയ്യാൻ കഴിയുക. ഓക്കെ, ഈ ഡോക്യുമെൻ്റ് എങ്ങനെ SAP ബിസിനസ് വണ്ണിൽ എൻട്രി ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ SAP ബിസിനസ് വണ്ണിൻ്റെ സ്ക്രീൻ അല്ലേ. മറ്റു വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെയാണ്, സെയിം സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പർച്ചേസിങ് AP എന്ന മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് ഗുഡ്സ് റെസിപ്റ്റ് PO എന്ന ഈ ഡോക്യുമെൻ്റാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് AP ഇൻവോയ്സ് ആണ് ഈ ഡോക്യുമെൻ്റ് അല്ലേ. അപ്പോൾ AP ഇൻവോയ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ SAP ബിസിനസ് വണ്ണിനകത്ത് എങ്ങനെ അത് ഒരു എൻട്രി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതിന് നമ്മൾ AP ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യുന്നു. പ്രീവിയസ്ലി നമ്മൾ GRPOയും പർച്ചേസ് ഓർഡർ എല്ലാം പറഞ്ഞ പോലെ തന്നെ വെണ്ടറെ സെലക്ട് ചെയ്യുന്നു. വെണ്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാം, തന്നെ കോപ്പി ഫ്രം. ഏതാണോ ബേസ് ഡോക്യുമെൻറ്റ്, ആ ബേസ് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ലിസ്റ്റ് ആയിട്ട് വരും. അതായത് ഓപ്പണായി കിടക്കുന്ന ഗുഡ്സ് റെസിപ്റ്റ് POൻ്റെ ലിസ്റ്റ് വരും. അതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ഐറ്റത്തിൻ്റെ ലോഡ് ചെയ്യുന്നിടത്തേക്ക് GRPOയിലുള്ള ഇൻഫർമേഷൻ ലോഡായിട്ട് വരും അല്ലേ. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. ക്വാണ്ടിറ്റിയിലോ അല്ല യൂണിറ്റ് പ്രൈസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ചസ് നമുക്ക് വരുത്താം. ടാക്സ് കോഡ് മാറ്റണമെങ്കിൽ മാറ്റാം. അതുപോലെ വെണ്ടർ റെഫറൻസ് നമ്പർ ചേഞ്ച് ചെയ്യാം. മുകളിൽ പോസ്റ്റിംഗ് ഡേറ്റും മറ്റു കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, താഴെ ആഡ് ആൻഡ് ന്യൂ അല്ലെങ്കിൽ ആഡ് ആൻഡ് വ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് ആഡ് ആവും. ഡോക്യുമെൻ്റ് ആഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ AP ഇൻവോയ്സ് എന്നൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ AP ഇൻവോയ്സ് ചെയ്യുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. GRPO ചെയ്യുന്ന ലൈസൻസിനകത്ത് നമുക്ക് AP ഇൻവോയ്സ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം GRPO എന്നുള്ളത് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. AP ഇൻവോയ്സ് എന്ന് പറയുന്നത് പ്യൂർലി നമ്മൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ AP ഇൻവോയ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ചാനൽ പ്രിവ്യൂ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് AP ഇൻവോയ്സിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാകുന്നത്. ഇവിടെ കണ്ടോ, വെണ്ടറിന് ഈ ചാനൽ പ്രിവ്യൂവിനകത്ത് വെണ്ടറിൽ ഒരു ക്രെഡിറ്റ് ബാലൻസ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ക്രെഡിറ്റ് ബാലൻസ് എന്ന് മീൻ ചെയ്യുന്നത് എന്താ, നമ്മുടെ കമ്പനി ആ വെണ്ടറിന് അല്ലെങ്കിൽ ആ സപ്ലയറിന് ഇത്ര എമൗണ്ട് കൊടുക്കാനുണ്ട് എന്നുള്ള രീതിക്കുള്ള ഒരു റെക്കോർഡ് നമ്മളെ ഫിനാൻഷ്യലിൽ വന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ലൈബിലിറ്റി സൈഡ്, കമ്പനിയുടെ ലൈബിലിറ്റി സൈഡിൽ ഇങ്ങനെ ഒരു എമൗണ്ട് വന്നു. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ AP ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പർച്ചേസ് റിട്ടേൺ ആണ്. AP ക്രെഡിറ്റ് മെമ്മോ എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ AP ഇൻവോയ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത റിപ്പീറ്റായി കാണാൻ ശ്രമിക്കുക. പിന്നെ SAP ബിസിനസ് വണ്ണിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് വീഡിയോ മാക്സിമം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക.
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.